ഒരു 15 വർഷത്തിന് മുമ്പും ഞാനിങ്ങനെ ലഹരി വിമുക്ത പരിപാടികളിൽ കേരള പോലീസുമായിട്ട് ചേർന്ന് പല പരിപാടികളിലും പങ്കുചേർന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ നേരത്തെ പറഞ്ഞ തന്നെ എൻ്റെ ഞാൻ 30 വർഷമായി ഈ ഒരു ഫീൽഡിലുണ്ട്, പോലീസിൽ തന്നെ മുമ്പ്. അപ്പൊ ഇത്രയും കാലം ഞാൻ ഫീൽ ചെയ്ത അല്ലെങ്കിൽ അനുഭവിച്ച കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ. കോഴിക്കോട് എന്ന് പറയുന്ന സാമൂതിരിയുടെ സ്ഥലമാണ്. സ്ത്രീയുടെ കഥ, സുന്ദരിയായ ഒരു സ്ത്രീയുടെ കഥ. 32 വയസ്സായി. 32ാമത്തെ വയസ്സിൽ ഈ സ്ത്രീയുടെ ഭർത്താവ് അവർ ഉപേക്ഷിച്ചു. 3 കുട്ടികൾ വളർന്നിട്ടില്ല. 3 കുട്ടികൾ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്ത്രീകളിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. 32ാമത്തെ വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. 3 കുട്ടികൾ. എങ്ങനെ കുട്ടികളെ വളർത്തുന്ന ഉപയോഗത്താൽ ഉത്തേജനം നൽകുന്ന നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കാണാൻ ഒക്കെ തോന്നുന്ന നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏതൊരു വസ്തുവും ലഭിക്കണം. അങ്ങനെ പല മെച്ചങ്ങളുണ്ട്. മനുഷ്യൻ പോലും എനിക്ക് എന്റെ അമ്മയെ കാണുന്നതാണ് മനസ്സിലാക്കി. കാര്യങ്ങളോ ഇല്ല. എനിക്കെന്റെ ഭാര്യയെ കാണുന്നതാണ് ഏറ്റവും സന്തോഷം തരുന്നത്. എനിക്ക് അംബീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് എന്റെ ഏറ്റവും വലിയ. അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് എന്റെ ഏറ്റവും വലിയ. ആരും പറഞ്ഞു. അപ്പൊ നമ്മൾ ഓരോരുത്തരും പേടിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയാം, നമ്മളെ നല്ലത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാത്ത ഓരോ സാധനവും നമ്മുടെ കയ്യിൽ. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ വന്ന ഒരാളാണ് സമയത്ത് പറഞ്ഞു MDMA. പല്ല് പൊടിഞ്ഞ് എല്ലാ പല്ലും മിക്കവാറും പോകും. ഒരു ദിവസം കൊണ്ട് പല്ല് മിക്കവാറും പോകും. ഇതിന്റെ കാൽസ്യം എല്ലാം പൊട്ടാൻ കാൽസ്യത്തിന് അഫക്ട് ചെയ്യും. പിന്നെ മുടി പോയവർ 5 വർഷത്തിന് ആള്. ഇതൊരു സത്യാവസ്ഥ. ഇത് അറിഞ്ഞോളാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്.